കൊച്ചി അഴിമുഖത്തെ ശക്തമായ അടിയൊഴുക്കിൽ നിയന്ത്രണം വിട്ട റോറോ വെസൽ കപ്പൽ ചാലിലേക്ക് ഒഴിയത് പരിഭ്രാന്തി പരത്തി. നിറയെ യാത്രക്കാരും വാഹനങ്ങളുമായി ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്ക് പോവുകയായിരുന്ന സേതുസാഗർ 1 വെസലാണ് എഞ്ചിൻ തകരാറിനെ തുടർന്ന് കപ്പൽ ചാലിലേക്ക് ഒഴിയത്. കപ്പൽ ചാലിലൂടെ പുറംകടൽ ഭാഗത്തേക്ക് റോറോ വെസൽ ഒഴുകിയതോടെ യാത്രക്കാർ പരിഭ്രാന്തരായി നിലവിളിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു വെസൽ നിയന്ത്രണം വിട്ടത്. 9 കാർ, ഒരു ട്രാവലർ, 60ഓളം ബൈക്കുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും 100ലേറെ യാത്രക്കാരുമാണ് റോറോയിലുണ്ടായിരുന്നത്. നിയന്ത്രണം വിട്ട് കപ്പൽ ചാലിലേക്ക് ഒഴുകിയ വെസലിനെ തിരികെ എത്തിക്കുന്നതിനായി സേതുസാഗർ 2 വെസൽ എത്തിയെങ്കിലും ശക്തമായ അടിയൊഴുക്കിനെ തുടർന്ന് ശ്രമം വിഫലമായി. പിന്നീട് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ബോട്ട് കൂടി എത്തിയാണ് റോറോ വെസലിനെ കരക്കടിപ്പിച്ചത്. ഏകദേശം 1 മണിക്കൂർ ശ്രമത്തിനൊടുവിലാണ് സേതുസാഗർ 2 റോറോ വെസലും മറൈൻ എൻഫോഴ്സ്മെന്റ് ബോട്ടും ചേർന്ന് നിയന്ത്രണം വിട്ട വെസലിനെ രക്ഷപ്പെടുത്തിയത്. ഇതോടെയാണ് യാത്രക്കാർക്ക് ശ്വാസം നേരെ വീണത്. ഇതിനുശേഷം ഒരു റോറോ മാത്രമാണ് സർവീസ് നടത്തിയത്. കഴിഞ്ഞ 1 വർഷത്തിനിടെ ഇത് 3ാം തവണയാണ് നിയന്ത്രണം വിടുന്നത്. എന്നാൽ ഇത്രയും ദൂരെ പോകുന്നത് ആദ്യമായാണ്. രക്ഷാപ്രവർത്തനത്തിന് സബ് ഇൻസ്പെക്ടർ ഷിജു, സിവിൽ പോലീസ് ഓഫീസർ CK വിഷ്ണു, ബോട്ട് റാങ്ക് അജയൻ, ഡ്രൈവർ ഷാജി, സീ റെസ്ക്യൂ ഗാർഡന്മാരായ ഷെല്ലൻ, ഉദയൻ, വിനു, ജിപ്സൺ എന്നിവരാണ് നേതൃത്വം നൽകിയത്. ശക്തമായ അടിയൊഴുക്കിന്റെ പശ്ചാത്തലത്തിൽ ബുധനാഴ്ച 2 റോറോകളും സർവീസ് നിർത്തിവെച്ചു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ റോറോ സർവീസ് ഉണ്ടായിരിക്കുന്നതല്ലെന്നാണ് അധികൃതരുടെ ഭാഷ്യം. ന്യൂസ് ബ്യൂറോ.